പരിചയപ്പെടുത്താൻ പോണത് ഒരു ഈസി ആയിട്ട് ഒരു ഗാർലിക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാന്നാണ്. ഇച്ചിരി ബട്ടർ ഉണ്ട് കേട്ടോ. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇതേപോലെ ഒരു 600 ഗ്രാം കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തത്. അതിൻ്റെ ഉള്ളിലേക്ക് നാരങ്ങ നീര്, അരമുറി നാരങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, അതിൻ്റെ ലിങ്ക്. ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് അതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം അത് റെസ്റ്റ് ചെയ്യാം. ഒരു പാത്രം വയ്ക്കുക, അതിലേക്ക് ഒരു മീഡിയം ചൂടിൽ കേട്ടോ, അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് പാൻ ഫ്രൈ 5 മിനിറ്റ് ഒരു വശവും, അത് തിരിച്ചിട്ട് വീണ്ടും ഒരു 4 മിനിറ്റ് മറ്റേ വശവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തങ്ങോട്ട് എടുത്തേക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും വേറൊരു പാത്രം വയ്ക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അത് ഗോൾഡൻ കളർ ആവണ വരെ അത് ഇങ്ങനെ സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കുക. അതിലേക്ക് സോയാ സോസ് 3 ടേബിൾ സ്പൂൺ, ലൈറ്റ് സോയാ സോസാണ് കേട്ടോ. കെച്ചപ്പ് 1/4 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, വെള്ളം 1/4 കപ്പ്. അതെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അതും ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചേക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ആ സോസിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. അതും ആ സോസും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. പിന്നെ അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. ഇതേപോലെ ഇരിക്കും ജ്യൂസി ചിക്കൻ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നമ്മളുണ്ടാക്കിയ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ബട്ടറൊക്കെ അടിപൊളി നോക്കണ്ട. ജ്യൂസി ബട്ടർ, വെളുത്തുള്ളി, തക്കാളി കിട്ടുന്ന് പറഞ്ഞാൽ കിട്ടു ഡിഷാണ്. നാനിന്റെ ഒപ്പം പിടിക്കാനൊക്കെ അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, കമന്റ് ചെയ്തേക്കണേ. ബൈ. ജോസ് മോസസ് കിച്ചൺ.